ഇവിടെ വിദ്യാർത്ഥികളെ LBS തേർഡ് അലോട്ട്മെൻറ്റ് വന്നിരുന്നുവല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ മെമ്മോ പ്രകാരം ഗവൺമെൻറ് കോളേജിലും മറ്റ് കോളേജുകളിൽ 20-ാം തീയതിയോടെ കൂടി കഴിയുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായി തന്നെ, അതായത് 19 തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെയും സ്പോട്ട് അഡ്മിഷൻ്റെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇതുവരെ കോളേജ് ലഭിക്കാത്തവരും കോളേജ് ലഭിച്ച് ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളും ആഗ്രഹിച്ച കോളേജ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പുതിയതായി തന്നെ നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഇതുവരെ നൽകിയ കോളേജ് പരിഗണിക്കില്ല. പിന്നെ അലോട്ടഡ് ലിസ്റ്റ് നമുക്ക് വരാത്തത് കൊണ്ട് സീറ്റ് വേക്കൻസി നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ സീറ്റ് വേക്കൻസി മാത്രം നോക്കി കൊടുക്കുന്നത് ഉപകാരപ്രദമായിരിക്കുമില്ല. എന്തെന്നാൽ ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ മാറി ജോയിൻ ചെയ്യുന്നതായിരിക്കും സപ്ലിമെൻ്ററിൽ കിട്ടുന്നതനുസരിച്ച്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ ആദ്യം കൊടുത്ത് ആ ഒരു ഓർഡറിൽ തന്നെ കൊടുത്തു വരിക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ലാസ്റ്റ് വെച്ച് മുന്നിലത്തെ കോളേജ് ലഭിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. പിന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷം SC/ST വിദ്യാർത്ഥികൾക്കായി ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ LBS പബ്ലിഷ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അതിനാൽ തന്നെ നമ്മൾ ആദ്യം പറയുന്ന ഡേറ്റ് അനുസരിച്ചിട്ടാണ് തേർഡ് അലോട്ട്മെൻറ്റ് വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരാനാണ് സാധ്യത ഞാനും കാണുന്നത്. അതാണ് വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ ഷെഡ്യൂൾ വരികയാണെങ്കിൽ അതനുസരിച്ച് ഡേറ്റ് മറന്നായിരിക്കും, കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് NOCയുടെ കാര്യം. NOC നിങ്ങൾ സെൽഫ് ഫിനാൻസിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർ നിങ്ങൾ എന്തായാലും NOC സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അതുകൂടെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജിൽ കൊടുക്കാതെ ഇരിക്കുക. അത് കൊടുത്ത് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അടുത്തു വരുന്ന സപ്ലിമെൻ്ററികളിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളതിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് LBS ലഭിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾ നിൽക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സപ്ലിമെൻ്ററി ലഭിക്കാതിരുന്നാൽ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് പോകുമോ എന്ന്. ലഭിക്കാതിരുന്നാൽ പോകില്ല. സപ്ലിമെൻ്ററി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ മാറി ജോയിൻ ചെയ്യുന്നതാണ്. ലഭിച്ചാൽ നിങ്ങൾക്ക് പഴയ കോളേജിൽ ലഭിക്കുന്നില്ല, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ലഭിക്കുന്നതല്ല. ഓക്കെ, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ആ സമയമാവുന്നതനുസരിച്ച് അതിൻ്റെ ലൈവ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതുകൂടാതെ ഞാനതിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് വഴിയും പങ്കുവയ്ക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.